പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇന്ന് പണിമുടക്ക് സമരത്തിൽ. പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കെതിരെ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ജീവനക്കാർക്കുള്ള DA ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന BJPയുമായി ചേർന്നാണ് UDF സമരമെന്നതും പ്രസക്തമാണ്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബദ്ധ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് ഇന്നത്തെ പണിമുടക്ക് സമരമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ വ്യക്തമാക്കുന്നത്. 2001-2006 എന്ന UDF സർക്കാരിന്റെ കാലത്ത് 6 ഗഡു ക്ഷാമബദ്ധ കുടിശ്ശികയായി എന്നത് ഇവർ മനഃപൂർവ്വം വിസ്മരിക്കുന്നു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരും മറ്റ് ഇതര സംസ്ഥാന സർക്കാരുകളും 3 ഗഡു ക്ഷാമബദ്ധ മരവിപ്പിച്ചപ്പോൾ അതുകൂടി നൽകിയ സർക്കാരാണ് പിണറായി സർക്കാർ. നിലവിൽ ജീവനക്കാർക്കുള്ള DA ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ആ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ 1-2 വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായി ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ട് പലതവണ ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു UDFന്റെ. ക്ഷാമബത്ത, ഏൺഡ് ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയവ UDF ഭരണകാലത്ത് നിഷേധിച്ചപ്പോൾ മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ പണിമുടക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാതെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ് നോണായി കണക്കാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.